ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ കേക്ക് എല്ലാവർക്കും അറിയുന്ന കേക്ക് തന്നെ. കാരണം നമ്മൾ തട്ടുകടയിലൊക്കെ പോയ ചില്ലുകൂട്ടിൽ ഇങ്ങനെ വിടർന്ന് പൂ പോലെ ഇരിക്കുന്ന ഒരു കേക്കില്ലേ, ആ കേക്കിൻ്റെ റെസിപ്പി കണ്ടിട്ട് ഞാൻ കാണിക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ഈ കേക്ക്. നല്ല പാലിൻ്റെ ടേസ്റ്റൊക്കെ ഉള്ള ഒരു കേക്ക് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് കേട്ടോ, ഇതെങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കൽ, അങ്ങനെയൊക്കെ ഞാൻ കുറേ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വളരെ സിമ്പിളാണ്, നല്ല എളുപ്പമാണ്. ഇത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് ധൈര്യത്തോടെ കഴിക്കട്ടെ. എന്താണെന്ന് വെച്ചാൽ ഇത് കോഴിമുട്ട ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. കോഴിമുട്ട ഇട്ടിട്ടും ഈ കേക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തട്ടുകടയിലൊക്കെ ഒരുവിധം കോഴിമുട്ട ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിത് കോഴിമുട്ട ഇല്ലാതെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യരുതേ. അപ്പോൾ ഇതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയിലേക്ക് നമുക്കൊരു 6 ഏലക്കായ നല്ല കറക്റ്റാണ് കേട്ടോ. 6 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ ഇതാ പൊടിച്ചെടുത്ത പഞ്ചസാര ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. നമുക്ക് അത്യാവശ്യം വലിയ ബൗൾ തന്നെ എടുക്കുക. എന്താ വെച്ചാൽ നമ്മൾ ഇതിൽ തന്നെയാണ് മൈദയും കൂടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതാ ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയിലേക്ക് 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പാക്കറ്റ് പാലാണ്. പിന്നെ അതിലേക്ക് ഇത് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ അതാ ഒരു പിഞ്ച് ഉപ്പിട്ടോ, നമ്മളങ്ങനെ വിരലുമ്പോൾ ഇങ്ങനെ ഒരു പിഞ്ച് അത്രയും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മെഷർമെൻറ്റ് വളരെ കറക്റ്റായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. 2, 1, അര, 1/4 അത് മാത്രം നമ്മൾ മനസ്സിൽ ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഇതേമാതിരി പൂ വിരിഞ്ഞ കേക്ക്. ഇതിന് ഇവിടെ വെട്ട് കേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി വെട്ട് കേക്ക് വേറെ ആണെന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ട് വെട്ട് കേക്ക് അങ്ങനെ ഉണ്ടാക്കണമുണ്ട്. പക്ഷേ നമ്മൾ കടയിൽ നിന്നൊക്കെ ചില്ലുകൂട്ടിൽ ഇതേമാതിരി ഇങ്ങനെ പൂ വിരിഞ്ഞ മാതിരിയാണ് നിൽക്കൽ. അതേമാതിരി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി മെഷർമെൻറ്റ് എടുത്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളൊരു വിസ്ക് വെച്ചിട്ട് ഇതേപോലെ ഒരു 5-6 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ. നമുക്ക് ഈ ഒഴിച്ച് കൊടുത്തിട്ടുള്ള പഞ്ചസാരയും പാലും സൺഫ്ലവർ ഓയിലും എല്ലാം കൂടി ഒരുപോലെ മിക്സായിട്ട് വരണം. നമ്മൾ ഈ മിക്സ് ആക്കുന്നിടത്താണ് ഇതിൻ്റെ പെർഫെക്ഷൻ നമുക്ക് കിട്ടണത് കേട്ടോ കേക്കിൻ്റെ. അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ നല്ലോണം എല്ലാം കൂടി ഒന്നായിട്ട് വരണം. ഇനി ഇതാ ഇതിലേക്ക് ആദ്യം 1 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എല്ലാതും ഈ 1 കപ്പിലെടുത്ത സാധനങ്ങളൊക്കെ ഈ ഒരേ കപ്പ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പ് തന്നെ മൈദ എടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കട്ടോ. നമ്മളിത് കൈയായിട്ട് മിക്സാക്കാൻ നിൽക്കരുത്. പഞ്ചസാര ഒക്കെ ഇട്ടതാണ്, അപ്പോൾ അത് കയ്യുമ്പോൾ നല്ലോണം ഒട്ടി പിടിക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കരുത്. അങ്ങനെ 1 കപ്പ് ഇട്ട് നല്ലോണം മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും 1 കപ്പും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കട്ടോ. ഇത് നമ്മൾ ലൂസാണെന്നൊക്കെ വിചാരിക്കും. നമ്മളിത് ഫസ്റ്റ് നമ്മളിതിങ്ങനെ ഇളക്കി കൊടുത്ത് നല്ല കുഴഞ്ഞൊരു പരുവത്തിൽ തന്നെ ഇട്ടാൽ നമുക്ക് ഇതിൻ്റെ മിക്സ് കിട്ടൽ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതായിട്ട് മിക്സാക്കി കൊടുക്കാൻ പറ്റൂല കേട്ടോ. ഈ വിക്സ് അല്ല കേട്ടോ മക്കളെ, വിസ്ക് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതട്ടാ. വിസ്ക് എന്നുള്ളത് വിക്സ് എന്നായി പോയതാണ്. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ഞാനിതാ ഒരു സ്പാച്ചിലെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് മിക്സ് ആക്കട്ടോ. ഞാൻ സ്പാച്ചിലായിട്ട് ഒരുപാട് അമർത്തി മിക്സ് ആക്കണില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് നല്ലോണം ഒന്ന് അമർത്തി മിക്സ് ആക്കി കൊടുത്തപ്പോൾ എൻ്റെ സ്പാച്ചിൽ 2 കഷ്ണമായിപ്പോയി. പിന്നെ അത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി. വറുത്ത അരിപ്പൊടിയോ വറുക്കാത്ത അരിപ്പൊടിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കട്ടോ. അതിലൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ ചിലർ പറയും വറുത്ത അരിപ്പൊടി തന്നെ ഇട്ട് കൊടുക്കണം. ഞാൻ വറുക്കാത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതാ നമ്മളെ കൈ കൊണ്ട് തന്നെ നല്ലോണം കൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. കയ്യുമ്മലൊക്കെ ഒട്ടിപ്പിടിക്കും, പക്ഷേ അതൊന്നും പ്രശ്നമാക്കണ്ട. നമുക്ക് നല്ല സാധനം കഴിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈ കൊണ്ട് തന്നെ. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതൊരു 3.5 മണിക്കൂർ 4 മണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ലോണം കുഴച്ച് മിക്സാക്കി കൊടുക്കാനാണ്. ഇതേമാതിരി ഒരു കുഴഞ്ഞ പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടൽ. കയ്യുമ്മലൊക്കെ അങ്ങനെ ഒട്ടി പിടിക്കണ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്കിത്
കിട്ടൽ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടെ. പുതുതായിട്ട് വന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടി ഓൾ പ്രസ് ചെയ്യട്ടെ. അപ്പോൾ ലൈക്ക് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ, നമ്മൾ ചങ്ക് കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തിട്ടും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാനിതാ വീണ്ടും സ്പാച്ചിലൊക്കെ ഉപയോഗിച്ചിട്ട് ആ അരികത്തൊക്കെ ഉള്ളത് ബാറ്ററിൻ്റെ മേലേക്ക് തന്നെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ. ഞാനപ്പോൾ ഇത് അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇതേമാതിരി ഉണ്ടാക്കിയിട്ട് വെക്കുന്നത്. പിന്നെ ഞാനൊരു വൈകുന്നേരം ഒരു 5:30 മണിയായി കാണും കേട്ടോ. ഞാൻ ഇത് എടുത്ത് നോക്കുമ്പോൾ 5:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതേമാതിരി കുറച്ച് കട്ടിക്കാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് പച്ചവെള്ളം നമ്മൾ അടുത്ത് തന്നെ വെക്കണം കേട്ടോ. ഇത് നമുക്ക് വെറുതെ കൈകൊണ്ട് ഇങ്ങോട്ട് തോണ്ടിയെടുക്കാൻ കഴിയൂല, ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം ഇതേമാതിരി നമുക്ക് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കത്തൊന്നുമില്ല, നല്ല പോലെ നമുക്ക് കിട്ടും ചെയ്യും. പിന്നെ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ളത്. എന്താ വെച്ചാൽ ഉള്ളിലൊക്കെ നല്ലോണം വെന്ത് കിട്ടണമല്ലേ, നമ്മൾ അല്പം കട്ടിക്കന്നല്ലേ നമ്മൾക്ക് ഇതിൽ കിട്ടണത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഓയിലൊക്കെ ഇട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് പൊട്ടി വരണം, നമ്മൾ പൂമാതിരി വിരിഞ്ഞ് വരണം. വിരിഞ്ഞ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് ഫ്ലോപ്പായി പോയി. വിരിഞ്ഞ് വന്നിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കേക്ക് സക്സസ് ആയി കിട്ടും. അത്രേ ഉള്ളൂ കേട്ടോ അതിൽ. അപ്പോൾ ഞാനിതിങ്ങനെ ഫസ്റ്റ് ടൈമാട്ടോ ഞാൻ ഇത് ഉണ്ടാക്കണത്. അപ്പോൾ ഞാൻ ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആകാംക്ഷ ചെയ്യുന്നു, ഇത് ഇട്ട് കൊടുത്താൽ ഇതിങ്ങനെ വിരിഞ്ഞ് വരുമോ. അതേമാതിരി ഫ്ലോപ്പായാലും ഞാൻ ഫ്ലോപ്പായാലും ഇല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ കാണിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നുണ്ടോ. പക്ഷേ ഫ്ലോപ്പൊന്നും ആയിട്ടില്ല മക്കളെ, നല്ല സക്സസ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ കുറേശ്ശെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്നിട്ടോ. ഇത് എനിക്ക് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തി. ഉണ്ടാക്കിയത് ഫ്ലോപ്പായി പോയില്ലല്ലോ, ഫസ്റ്റ് ടൈമല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ അത് നല്ല സക്സസ് ആയിട്ട് കിട്ടിയല്ലോ എന്നുള്ളത്. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇത് ഇട്ടെടുക്കുമ്പോൾ കുറച്ചൊരു ചെറുനാരങ്ങൻ്റെ വലുപ്പത്തിലൊക്കെ ഉള്ള ബോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ അതിൻ്റെ ഡബിൾ വലുപ്പം ആയി വരും കേക്ക്. അതുകൊണ്ട് വലിയതാക്കിയിട്ട് ഇടണ്ട. വലിയതാക്കി ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് പോവും. അപ്പോൾ ഞാനിതൊരു വലിയ ചെറുനാരങ്ങൻ്റെ ഒരു വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ടാണ് ഇങ്ങനെ ഇട്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് 2 കപ്പ് മൈദയിട്ട് 16 വെട്ട് കേക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇരട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇരട്ടി എടുത്താൽ മതി, കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി. അപ്പോൾ കണ്ടോ വിരിഞ്ഞ് വന്നിട്ട് എന്ത് ഭംഗിയാ കാണാൻ തന്നെ. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊരിച്ചെടുക്കണ നേരത്തെ തന്നെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കടകൾക്കൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ സെയിൽ ചെയ്യട്ടെ. എനിക്കിങ്ങനെ തോന്നി, നമുക്ക് ആവശ്യക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞു തട്ടുകടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ബാച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം കൂട്ടി കൊടുക്കാനേ പാടില്ല കേട്ടോ. ഇതിൻ്റെ എന്താ പറയുക, ഉള്ളിലത്തെ വേവ് ഇരിക്കണത് നമ്മൾ വെക്കണ തീൻ്റെ ആ ഒരു ഇതിമലാണ്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. തീ കൂട്ടി കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. ഇത് പുറത്ത് ഭയങ്കര ക്രിസ്പി ആയിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടാണ്. ഈ ക്രിസ്പി ഒരിക്കലും പോവില്ല. നമ്മൾക്കിത് എത്ര ദിവസം വെച്ച് വേണമെന്നുണ്ടെങ്കിലും കഴിക്കട്ടെ, അത് കേട് വരില്ല നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും. നമ്മൾ ഇതിൽ കോഴിമുട്ട ഒന്നും ചേർക്കാത്തതുകൊണ്ട് വെജിറ്റബിൾ മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ടാവില്ല, അവർ കോഴിമുട്ട ഒന്നും കൂട്ടൂലല്ലോ. അപ്പോൾ അങ്ങനത്തെവർക്ക് ഇത് നല്ല ഇഷ്ടമാവും കേട്ടോ. അവർക്ക് ഇതിൽ പാല് മാത്രമല്ലേ ഇതാക്കണുള്ളൂ. പിന്നെ പാല് കുടിക്കാത്തവരുണ്ടാവില്ലല്ലോ. വെജിറ്റേറിയൻ ആയ ആൾക്കാരും പാലൊക്കെ കുടിക്കൂല, അവർ കോഴിമുട്ട കഴിക്കൂലല്ലോ. അപ്പോൾ അങ്ങനത്തെവർക്കും ഇതുപോലെ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കഴിക്കട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള കേക്കാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആദ്യത്തെ ബാച്ച് ഉണ്ടാക്കിയെടുത്തിക്കണ്. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ രണ്ടാമതും ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇട്ടെടുക്കുമ്പോൾ എന്താ വെച്ചാൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ കയ്യുമ്മൊക്കെ ഇങ്ങനെ തീ പാളി വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണ്ട. അപ്പോൾ ഞാൻ പരന്ന പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ ഇടല്ലോ. പിന്നെ അത് എണ്ണ കുടിക്കും എന്നുള്ള പേടി വേണ്ട കേട്ടോ. എണ്ണ കുടിക്കൂല. നമ്മൾ ഒഴിച്ചെടുത്ത എണ്ണ അതേമാതിരി തന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ട് തന്നെ കിട്ടും കേട്ടോ. എണ്ണ കുടിക്കും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഒരു തരി പോലും എണ്ണ കുറയാതെ ഞാനിപ്പോൾ ആ ഒഴിച്ചെടുത്ത അതേ അളവ് തന്നെ എണ്ണ അതിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒട്ടും കുറവ് വന്നിട്ടില്ല. നമ്മളതിലിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം. ഇത് വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-15 മിനിറ്റോളം ആവും. ഉള്ളിൽ നല്ല വെന്ത് കിട്ടാനുള്ളതല്ലേ. അപ്പോൾ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തുണ്ട് നല്ലോണം
കരിഞ്ഞണ്ട് പോവുകയും ചെയ്യും, ഉള്ളിൽ വേവില്ല. പഞ്ചസാരയും മൈദയും ഒക്കെ കൂടി ചെന്നുകൊണ്ട് ഇങ്ങനെ ഒരു പശമാതിരി ഒട്ടിപ്പിടിച്ച് നിൽക്കണ ഒരു ഇതിൽ ഒഴിക്കാറ് നമുക്ക് കിട്ടൽ. അപ്പോൾ നമുക്കിത് ഉള്ളിൽ കിട്ടേണ്ടത് നല്ല സ്പോഞ്ചായിട്ട് കേക്ക് മാതിരിയാണ് നമുക്ക് ഉള്ളിൽ കിട്ടേണ്ടത്. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ നമ്മൾ വേവിച്ചെടുക്കണം. കുറച്ച് പതുക്കെ വേവിച്ചെടുത്താലും നല്ല ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു അഭിപ്രായം നിങ്ങൾക്ക് കേൾക്കും കേട്ടോ. എനിക്ക് കടയിൽ നിന്ന് വാങ്ങണക്കാട്ടി ടേസ്റ്റ് തോന്നി വീട്ടിലുണ്ടാക്കിയപ്പോൾ കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന മായത്തൊക്കെ കേക്ക് കഴിക്കാനും കിട്ടില്ല. പക്ഷേ ഇത് നല്ല സ്പോഞ്ചി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ രണ്ടാമത്തെ ബാച്ചും ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്ക് കോരിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ മനസ്സിലായില്ലേ, വളരെ സിമ്പിളാണ് പരിപാടി എന്നുള്ളത്. അപ്പോൾ നമ്മളത് വീഡിയോ ഇതാ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് വിശേഷങ്ങളൊക്കെ പറയണം. സക്സസ് ആയോ ഇല്ലേ, ഫ്ലോപ്പ് ആയോ എന്നൊക്കെ പറയണം കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് മെസ്സേജായിട്ട് റിപ്ലൈ തരണം കേട്ടോ. പിന്നെ എല്ലാവരും ഇത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്തും കൂടി സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഷെയർ ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. പിന്നെ നിങ്ങളെ ഓരോ കമൻറ്റും കാണുമ്പോഴാട്ടോ നമുക്ക് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള ഒരു ഉന്മേഷവും ഉത്സാഹവും ഒക്കെ വരുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ, നല്ല നല്ല കമൻറ്റ് ഇടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റ് ഇടുന്ന കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, എൻ്റെ സന്തോഷമൊക്കെ അവരോട് അറിയിക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ല, ഇതിൻ്റെ ഉള്ളിങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗി തോന്നണില്ലേ? ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഉള്ളിൽ നല്ല ഒരു വൈറ്റ് കളർ, ഇങ്ങനെ പുറത്ത് നല്ല ഗോൾഡൻ കളറുമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നല്ല ചൂടുണ്ട് കേട്ടോ, കൈ കൊണ്ട് എടുക്കാൻ കഴിയാത്ത അത്ര ചൂടുണ്ട്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഒന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പൊട്ടിക്കാനൊന്നുമില്ല, നമ്മളിങ്ങനെ കയ്യേറ്റ് തൊടുമ്പോൾ തന്നെ ഇങ്ങനെ അടർന്ന് അല്ലിയായിട്ട് വരും കണ്ടോ. നല്ല സോഫ്റ്റാണ്, ഉള്ളിൽ നല്ല പഞ്ഞി പോലെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ക്രിസ്പി ആയിട്ട് കേട്ടോ. ഞാൻ പിന്നെ ഇതിൽ സൗണ്ട് കുറച്ചിക്കണം കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട് നല്ലോണം കേൾക്കുന്നുണ്ട്. പിന്നെ മക്കളവിടെ ടി വി ഇട്ടതിൻ്റെ സൗണ്ടും ഉണ്ട്. പിന്നെ വെറുതെ നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ വെറുതെ നമ്മൾ. അപ്പോൾ ഞാൻ അതിൻ്റെ സൗണ്ടൊക്കെ കുറച്ചിട്ടാണ് ഞാൻ ഇട്ടിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നല്ല കറുമുറ ചവക്കണ സൗണ്ട് കിട്ടിയെന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമല്ലോ അല്ലേ? അപ്പോൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുള്ള ചേരുവ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസ് ആവട്ടോ. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ നൂറ തിരൂർ.